ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. പാർട്ടി അംഗത്വ വിതരണവും പുനഃസംഘടനയുമാണ് യോഗത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. അതേസമയം ജമ്മു കശ്മീർ, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പും യോഗത്തിൽ ചർച്ചയാകും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഗൗതം, യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? വിഷ്ണു, ബി.ജെ.പി. ആസ്ഥാനത്ത് യോഗം തുടരുകയാണ്. സംഘടനാ തലത്തിൽ നടക്കാൻ പോകുന്ന പുനഃസംഘടന, പ്രത്യേകിച്ച് പുതിയ ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെ ബി.ജെ.പിക്ക് ഉടൻ വരാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിനകത്ത് പുനഃസംഘടനയുണ്ട്. പിന്നെ ചില സംസ്ഥാനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്നു. ജമ്മു കാശ്മീർ പോലെ ഒരു നിർണായകമായ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ യോഗത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കശ്മീരിനൊപ്പമാണ് ഹരിയാനയിലും തെരഞ്ഞെടുപ്പ്. ഹരിയാനയിൽ നമുക്കറിയാം 10 വർഷമായി ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ചെറിയൊരടി ബി.ജെ.പിക്ക് പറ്റി. മുൻപ് 10-ൽ 10ഉം ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 5ആയിട്ട് ചുരുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ ഹരിയാനയിൽ എന്തൊക്കെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നേരിടണമെന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഈ നിർണായകമായ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം ഈ വർഷം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒക്ടോബർ മാസത്തിലോ നവംബർ മാസത്തിലോ ഈ 2 സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ ഈ യോഗത്തിൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു, ഗൗതം, അതോടൊപ്പം തന്നെ നമുക്കറിയാം, നിലവിൽ ഈ രാജ്യത്തുണ്ടാകുന്ന മറ്റു ചില വിഷയങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊൽക്കത്തയിലുള്ള ഡോക്ടറുടെ മരണം, അതിൽ മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സിദ്ധരാമയ്യയുടെ വിഷയത്തിലടക്കം നിരവധി കാര്യങ്ങളിൽ വളരെ വ്യാപകമായ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി ബി.ജെ.പി. തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഈ ഒരു ചർച്ചയിൽ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? വിഷ്ണു, ബംഗാൾ വിഷയവും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് വിഷയവും ഒക്കെ ബി.ജെ.പി. മാത്രമാണ് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. പശ്ചിമ ബംഗാളിൽ ഒരു യുവ ഡോക്ടർ ഇത്രത്തോളം വലിയ കൊടിയ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യ മുന്നണി സത്യത്തിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മമതാ ബാനർജി. അതിനാൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം മറ്റ് രാഷ്ട്രീയ സംഘടനകൾ, സമാജ്വാദി പാർട്ടിയാണെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷമാണെങ്കിലും നമുക്കറിയാം ഈ യുവ ഡോക്ടർ മൃഗീയമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കാര്യമായി പ്രതികരിക്കുവാനോ പ്രതിഷേധം സംഘടിപ്പിക്കുവാനോ തയ്യാറായിട്ടില്ല. അതിനാൽ ബി.ജെ.പി. അത് കൃത്യമായി ആ സ്പേസ് ഉപയോഗിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും നടത്തുമെന്ന സന്ദേശമാണ് ബി.ജെ.പി. നേതാക്കൾ നൽകുന്നത്. അങ്ങനെ സമകാലിക വിഷയങ്ങൾ, ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ ഭരണകൂടത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങൾ, ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംഘടനയിലെ പുനഃസംഘടനാ വിഷയങ്ങൾ, ഇതെല്ലാമാണ് ഈ ഒരു ദിവസത്തെ യോഗം ചർച്ച ചെയ്യുന്നത്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.